നുണ സഹിക്കാൻ വയ്യാതെ വന്നു വന്ന് മുഖ്യ പ്രതിപക്ഷ നുണയനെ മന്ത്രിമാർ വരെ വാർത്താ സമ്മേളനങ്ങളിൽ മുൻപ് പറഞ്ഞ നുണകൾ കാട്ടി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മന്ത്രി പി രാജീവ് നല്ല ഭംഗിയായി അതിന് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നോക്കി. 495 വന്ദേ ഭാരത് ഇന്ത്യയിൽ വരുന്നുണ്ട്. അതിന്റെ വ്യൂസ് കേരളത്തിൽ കിട്ടും. ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത്? 2.5 മണിക്കൂറിന്റെ എറണാകുളത്ത് വന്ദേ ഭാരത് വൈകുന്നേരം 4 മണിക്ക് കയറി കഴിഞ്ഞാൽ ഇല്ലേ, 6:30 വൈകുന്നേരം ഒരു 2 വന്ദേ ഭാരത് കൂടി വന്നു കഴിഞ്ഞാൽ അല്ല അതൊക്കെ ഉണ്ടാവുമല്ലോ. അത് കുറച്ചൊക്കെ വ്യത്യാസം വരുന്നു. മറ്റു ട്രെയിനിലൊക്കെ പോകും. വന്ദേ ഭാരത് ഉണ്ടെങ്കിൽ ഇനി ഒരു അതിവേഗ തീവണ്ടിയും വേണ്ടെന്ന്. ഇത് അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മുഖവും തന്നെയാണ്, എല്ലാ ടിവിയിലും വന്നതാണ്. ഒരു വന്ദേ ഭാരത് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 കൂടി കിട്ടിയാൽ ഇനി അതിവേഗ റെയിൽ വേണ്ടാന്ന്. അതിനുശേഷം ഒരു വന്ദേ ഭാരതും വന്നു, ഒരു ബാംഗ്ലൂർ വന്ദേ ഭാരതും വന്നു. കണ്ടല്ലോ, ഓന്ത് എന്ന ജീവിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അപമാനമായി മാറിയിട്ടുള്ള പ്രതിപക്ഷ നുണയെ എങ്ങനെയാണ് സാഹചര്യത്തിനനുസരിച്ച് നട്ടാൽ കുരുക്കാത്ത നുണ ആധികാരികമായി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കണം. ഇങ്ങനെ തന്നെയാണ് പൊളിക്കേണ്ടത്. തീർന്നില്ല. അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ടാണ് കേരളയിൽ വരാൻ സന്ദർഭത്തിൽ അതിനെ മുടക്കാൻ വേണ്ടി പച്ച നുണ പറഞ്ഞ സതീശൻ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അതിവേഗ റെയിൽപാതയുടെ വാർത്ത വരുന്നു. BJP നേതാവായിട്ടുള്ള ഇ ശ്രീധരനാണ് അത് അവതരിപ്പിച്ചത്. അതിനുശേഷം അതിവേഗ റെയിൽപാത എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രിയോ തലസ്ഥാനത്ത് വന്ന പ്രധാനമന്ത്രിയോ പ്രഖ്യാപിക്കാത്തൊരു പദ്ധതി മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു. ഇ ശ്രീധരൻ സ്വന്തം നിലയ്ക്ക് റെയിൽവേ മന്ത്രിയെ പോലെ നാട് നീളെ നടന്ന് ഇതാ അതിവേഗ റെയിൽപാത വരാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരണം തുടങ്ങിയതിന് പിന്നാലെ ആ അതിവേഗ റെയിൽപാതയ്ക്ക് സതീശന്റെ സർവ്വ പിന്തുണയും കൊടുത്തു. റെയിൽപാതയെ മുടക്കാൻ നടന്ന വ്യക്തിയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഈ റെയിൽപാത ഇത് ആര് എവിടെ നിന്നാണ് BJP നേതാവായിട്ടുള്ള ഇ ശ്രീധരനെ നിയമിച്ചതെന്ന് ആർക്കും അറിയില്ല. പൊടുന്നനെ മാധ്യമങ്ങളിലൂടെ അതിവേഗ റെയിൽപാത, കേരളത്തിന് 10 പൈസയുടെ സഹായം തരാത്ത കേന്ദ്രം 1 ലക്ഷം കോടി കൊടുക്കാൻ പോകുന്നു എന്ന പ്രചരണം വരുന്നു. തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും കേരളത്തിലെ രാഷ്ട്രീയ തട്ടിപ്പുകാരന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ കള്ളന്മാരും മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചില ബിംബങ്ങളും ഇറങ്ങിയുള്ള പുതിയ തരം ഉഡായിപ്പ് മാതൃകയാണ് ഇത് കാണുന്നത്. ഇതിനെ സംബന്ധിച്ചാണ് വികസനത്തിന്റെ നായകൻ ചമയാൻ ശ്രമിച്ചിരിക്കുന്ന VD സതീശനെ മുൻകാലങ്ങളിൽ കേരളയിൽ വരാൻ സന്ദർഭത്തിൽ അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളെ കേൾപ്പിച്ചത്. അതാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത്.